നമസ്കാരം. നിങ്ങൾക്ക് പ്രണയത്തിനും വിവാഹത്തിനുമുള്ള സമയമായോ? വിവാഹത്തിന് നക്ഷത്രപ്പൊരുത്തത്തിൻ്റെ പ്രാധാന്യം വേദകാലങ്ങൾ മുതൽ തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പൊരുത്തം നിർണ്ണയിക്കുന്നതിനായി വിവാഹത്തിൽ നക്ഷത്രപ്പൊരുത്തം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവ സവിശേഷതകൾ ഉള്ളതിനാൽ വിവാഹത്തിൽ നക്ഷത്രപ്പൊരുത്തം ജാതകവുമായി പൊരുത്തപ്പെടുന്നതിനും ദമ്പതികളുടെ പൊരുത്തം പരിശോധിക്കുന്നതിനും ഉപയോഗിക്കുന്നു. മാത്രമല്ല, നല്ല നക്ഷത്രപ്പൊരുത്തം പ്രണയപ്പൊരുത്തം കൂടുതൽ ആഴമേറിയതും സംതൃപ്തവുമായ ബന്ധത്തിലേക്ക് നയിക്കുന്നു. നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നല്ല വിവാഹ പൊരുത്തമുള്ള ദമ്പതികൾ പരസ്പരം മികച്ച ധാരണയും പ്രതിബദ്ധതയും അടുപ്പവും ആസ്വദിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നക്ഷത്ര വിവാഹ പൊരുത്തത്തിൽ നക്ഷത്രപ്പൊരുത്തം കൂടുന്തോറും ഒരാളുടെ ദാമ്പത്യത്തിൻ്റെ അടുപ്പവും ദീർഘായുസ്സും സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു. ജ്യോതിഷപ്രകാരം ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന ആകാശത്തിലെ പ്രതിമാസ യാത്രയിൽ 27 നക്ഷത്ര സമൂഹങ്ങളിലൂടെ കടന്നുപോകുന്നു. ഓരോ നക്ഷത്രവും അതിൻ്റെ അതുല്യമായ ഗുണങ്ങൾ, സ്വഭാവവിശേഷങ്ങൾ, പ്രതീകാത്മകത എന്നിവയാൽ അറിയപ്പെടുന്നു. ഇത് രാശി നക്ഷത്ര വിവാഹ പൊരുത്തത്തിൽ ജ്യോതിഷ വിശകലനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാക്കി മാറ്റുന്നു. ജ്യോതിഷത്തിൽ നക്ഷത്രപ്പൊരുത്തം എന്നത് രണ്ട് വ്യക്തികളുടെ വിവാഹപ്പൊരുത്തം അവരുടെ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്താൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. ഏറ്റവും നല്ല നക്ഷത്രത്തിൻ്റെ പൊരുത്തം നിർണ്ണയിക്കുന്നു. ജനന തീയതി അനുസരിച്ച് ഏറ്റവും മികച്ച നക്ഷത്ര പൊരുത്തം നിർണ്ണയിക്കാൻ ഒരാൾക്ക് 10 നക്ഷത്ര പൊരുത്തങ്ങളും വിലയിരുത്തി അവ അനുകൂലമായി യോജിക്കുന്നു എന്ന് ഉറപ്പാക്കണം. വിവാഹത്തിനുള്ള നക്ഷത്ര പൊരുത്തം പരിഗണിക്കുമ്പോൾ ഓരോ പൊരുത്തവും വളരെ നന്നായി ഒത്തുനോക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി വിവാഹത്തിനുള്ള നക്ഷത്ര പൊരുത്തം നടത്തുമ്പോൾ ഇനി പറയുന്ന 10 നക്ഷത്ര പൊരുത്തങ്ങൾ പരിഗണിക്കപ്പെടുന്നു. 1. ദിനപ്പൊരുത്തം. ദമ്പതികളുടെ ആരോഗ്യവും ശാരീരിക പൊരുത്തവുമാണ് ഇതിലൂടെ വിലയിരുത്തുന്നത്. 2. ഗണപ്പൊരുത്തം. ഗണപ്പൊരുത്തത്തിൽ ദമ്പതികളുടെ വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കി സ്വഭാവത്തെയും അനുയോജ്യതയെയും വിലയിരുത്തുന്നു. വിവാഹപ്പൊരുത്തത്തിലെ 10 പൊരുത്തങ്ങളിൽ ഒന്നാണ്. ഗണം ഏതായാലും ആണും പെണ്ണും ഒരു ഗണം തന്നെയാവണം. അതാണ് ഉത്തമ പൊരുത്തം. ദേവനും അസുരനുമായാൽ യുദ്ധമായിരിക്കും ഫലം. അതേസമയം ദേവനും അസുരനും ഇണങ്ങാനാവുന്നത് മനുഷ്യനോട് മാത്രമാണ്. അനുരഞ്ജനം നടത്താൻ മനുഷ്യഗണക്കാർക്ക് മടിയില്ല. അസുരഗണത്തിലെ സ്ത്രീക്ക് മനുഷ്യഗണത്തിൽ പിറന്ന പുരുഷൻ ഒരിക്കലും യോജിച്ചതാവില്ല. മറിച്ച് അസുരഗണത്തിലെ പുരുഷന് മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിക്കാവുന്നതാണ്. 3. മഹേന്ദ്രപ്പൊരുത്തം. ദാമ്പത്യ ജീവിതത്തിൻ്റെ സമ്പത്ത്, ക്ഷേമം, ദീർഘായുസ് എന്നിവ ഇതിലൂടെ ഒത്തുനോക്കുന്നു. 4. സ്ത്രീ ദീർഘപ്പൊരുത്തം. ഈ നക്ഷത്രപ്പൊരുത്തം ദമ്പതികൾക്കിടയിലെ ഐക്യവും സന്തോഷവും സമാധാനവുമാണ് പ്രവചിക്കുന്നത്. 5. യോനി പൊരുത്തം. വിവാഹത്തിനായുള്ള ഈ നക്ഷത്രപ്പൊരുത്തം പങ്കാളികൾ തമ്മിലുള്ള അടുപ്പത്തെയും ലൈംഗിക അനുയോജ്യതയെയുമാണ് വിലയിരുത്തുന്നത്. 6. രാശിപ്പൊരുത്തം. ദമ്പതികളുടെ സാമ്പത്തികവും വൈകാരികവുമായ പൊരുത്തക്കേട് വിശകലനം ചെയ്യുന്ന പൊരുത്തമാണിത്. 7. രജ്ജുപ്പൊരുത്തം. ദാമ്പത്യ ജീവിതത്തിൻ്റെ ദീർഘായുസ്സും ക്ഷേമവുമാണ് ഇതിലൂടെ വിശകലനം ചെയ്യുന്നത്. 8. വശ്യപ്പൊരുത്തം. വിവാഹത്തിനായുള്ള ഈ പൊരുത്തം പങ്കാളികൾ തമ്മിലുള്ള ആധിപത്യത്തെയും നിയന്ത്രണത്തെയും കുറിച്ച് പറയുന്നു. 9. വർണ്ണപ്പൊരുത്തം. വിവാഹത്തിനുള്ള ഈ നക്ഷത്രപ്പൊരുത്തം ഉപയോഗിച്ച് ദമ്പതികളുടെ സ്വഭാവവും സാമൂഹികമായ പൊരുത്തവും വിലയിരുത്തപ്പെടുന്നു. 10. നാഡീപൊരുത്തം. വിവാഹത്തിനുള്ള ഈ നക്ഷത്രപ്പൊരുത്തം സന്താനങ്ങളുടെ ആരോഗ്യത്തെയും ജനിതക പൊരുത്തത്തെയും വിശകലനം ചെയ്യുവാൻ സഹായിക്കുന്നു. ഇനി ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങളെക്കുറിച്ചാവാം.
രോഹിണി, തിരുവാതിര, അവിട്ടം, പൂയം, മൂലം, മകം എന്നീ നക്ഷത്രങ്ങളിൽ ഒരേ നക്ഷത്രം തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മനക്ഷത്രമായിരിക്കുന്നത് രണ്ടുപേർക്കും വളരെ ദുഃഖപ്രദമായ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പൂരാടം, ഭരണി, അത്തം, ആയില്യം, ചതയം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ഒരേ നക്ഷത്രം തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മനക്ഷത്രമാണെങ്കിൽ ധനനാശവും മരണവും വിയോഗങ്ങളും സംഭവിക്കാനിടയാകുന്നു. വിവാഹത്തിനുള്ള നക്ഷത്ര പൊരുത്തത്തിനും ജ്യോതിഷപരമായ പൊരുത്തത്തിനും പുറമെ ദമ്പതികൾ തമ്മിലുള്ള പൊതുവായ താൽപ്പര്യങ്ങൾ, മൂല്യങ്ങൾ, ബഹുമാനം, ആശയവിനിമയം എന്നിവയും വിലയിരുത്തേണ്ടതുണ്ട്. ജനനത്തീയതി അനുസരിച്ചുള്ള നക്ഷത്ര പൊരുത്തത്തെ പൂർണ്ണമായും ആശ്രയിക്കരുത്. കുടുംബ പിന്തുണ, വൈകാരിക ബന്ധം, വ്യക്തിപരമായ അനുയോജ്യത തുടങ്ങിയ ഘടകങ്ങളും നിർണായകമാണ്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.